സംസ്ഥാനത്തെ പോലീസ് സംവിധാനം ആധുനികവത്കരിക്കുന്നതിന്റെ ഭാഗമായാണ് വളാഞ്ചേരി പോലീസ് സ്റ്റേഷന് പുതിയ കെട്ടിടം വിഭാവനം ചെയ്തിരിക്കുന്നത്. അത്യാധുനിക സംവിധാനങ്ങളോടെ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. തൃശൂർ പൂർവ്വ ജില്ലാ പോലീസ് ആസ്ഥാനം, വളാഞ്ചേരി, വണ്ടൂർ പോലീസ് സ്റ്റേഷനുകൾ ഇവയുടെ പുതിയ മന്ദിരങ്ങളുടെ നിർമ്മാണോദ്ഘാടനവുമാണ് ഇന്ന് നടക്കുന്നത്. ഉദ്യോഗസ്ഥരുടെ പ്രവർത്തന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ജനസൗഹൃദ സേവനങ്ങൾക്കും മുൻഗണന നൽകുന്ന രീതിയിലാണ് കെട്ടിടത്തിന്റെ രൂപകൽപ്പന. എത്രയും വേഗത്തിൽ നിർമ്മാണം പൂർത്തിയാക്കി പുതിയ കെട്ടിടം നാടിന് സമർപ്പിക്കാനാണ് ആഭ്യന്തര വകുപ്പ് ലക്ഷ്യമിടുന്നത്. കായികമന്ത്രി വി അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു. അബ്ദുസമദ് സമദാനി MP മുഖ്യാതിഥിയായിരുന്നു. MLA-മാരായ ആബിദ് ഹുസൈൻ തങ്ങൾ, ഡോക്ടർ KT ജലീൽ, വളാഞ്ചേരി നഗരസഭാ അധ്യക്ഷ ഹസീന വട്ടോളി, DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ്, മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ, തിരൂർ DYSP AM സിദ്ദിഖ് തുടങ്ങിയവർ സംസാരിച്ചു. നമുക്ക് നന്നായിട്ടറിയാം, അഭിമന്യനായ കേരള മുഖ്യമന്ത്രി ഇതിൻ്റെ ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം, ഈ കെട്ടിടത്തിൻ്റെ ശിലാസ്ഥാപനം നിർവഹിച്ചുകൊണ്ട് വളരെ ഉചിതമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ഈ ചടങ്ങിലെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട MLA-യും സംസാരിച്ചു. ഒരു പോലീസ് സ്റ്റേഷൻ വരുന്നത്, പുതിയ ഒരു കെട്ടിടം വരുന്നത്, പുതിയൊരു പോലീസ് സ്റ്റേഷൻ അല്ല, അതിനൊരു കെട്ടിടം ഉണ്ടാകുന്നത് പുതിയ ഒരു പോലീസ് സ്റ്റേഷൻ വരുമ്പോലെ തന്നെയാണ്. ജനങ്ങൾക്ക് വളരെ സൗകര്യങ്ങൾ ഉണ്ടാക്കി തീർക്കുന്നതാണ്. അത് വളരെ എന്തുകൊണ്ടും വളരെ സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ്. ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി. 15 വർഷങ്ങളായി ഈ തിളക്കം നമ്മെ ഭ്രമിപ്പിക്കുന്നു. 15 വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു. 15 വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ്. ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.